തെരുവുനായ ശല്യത്തിൽ ജില്ലാ പഞ്ചായത്തിനും മൃഗസ്നേഹികൾക്കുമെതിരെ കണ്ണൂർ കോർപ്പറേഷൻ. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതമായി ലക്ഷങ്ങൾ ജില്ലാ പഞ്ചായത്ത് വാങ്ങുന്നത് എന്തിനെന്ന് മേയറും ഡെപ്യൂട്ടി മേയറും ചോദിച്ചു. ആളുകളെ പരക്കെ തെരുവുനായ കടിക്കുമ്പോഴും ചില മൃഗസ്നേഹികൾ നായയെ പിടിക്കാൻ കോർപ്പറേഷന് എന്ത് അധികാരമെന്നാണ് ചോദിക്കുന്നതെന്നും ഇരുവരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനുള്ള ചുമതല ജില്ലാ പഞ്ചായത്തിനാണെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. അതിന് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ച കോടികൾ എന്തു ചെയ്തു എന്ന് ജില്ലാ പഞ്ചായത്ത് വ്യക്തമാക്കണമെന്നും മേയർ പറഞ്ഞു. പ്രവൃത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ നായകളെ ഇത്രയധികം ക്രമാതീതമായി വർദ്ധിക്കുമായിരുന്നില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അത് തദ്ദേശ സ്ഥാപന അധികാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ പ്രൊജക്ട് വെച്ചതും ധനസമാഹരണം നടത്തിയത്? അവര് അതിന് ഉത്തരം പറയേണ്ടേ? ആ ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കോടിക്കണക്കിന് രൂപ അത് എവിടെ പോയി? അങ്ങനെയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തമെങ്കിൽ എന്തിന് ഈ ഫണ്ട് സമാഹരണം നടത്തി, ഈ ഫണ്ട് എന്തിനു ഉപയോഗിച്ചെന്നും പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ ജനങ്ങൾക്കൊപ്പം നിന്നാണ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് കോർപ്പറേഷൻ യോഗം പ്രതിപക്ഷം അലങ്കോലമാക്കിയതെന്നും മേയർ കുറ്റപ്പെടുത്തി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലാൻ പോലും അധികാരമില്ലെന്ന് ഡെപ്യൂട്ടി മേയർ പി ഇന്ദിരയും പറഞ്ഞു. തെരുവുനായ പരക്കെ അക്രമം നടത്തുമ്പോൾ അവയെ പിടികൂടാൻ കോർപ്പറേഷൻ സ്ക്വാഡിനെ നിയോഗിച്ചു. അവർ പട്ടിയെ പിടിക്കുമ്പോൾ മൃഗസ്നേഹികൾ വിളിച്ച് എന്തടിസ്ഥാനത്തിലാണ് പട്ടിയെ പിടികൂടുന്നതെന്നാണ് ചോദിക്കുന്നതെന്നും ഇന്ദിര പറഞ്ഞു. മൃഗസ്നേഹികളെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നായയെ പിടിക്കുന്നതെന്നുള്ളതാണ്. നമ്മുടെ വർക്കർമാരും അതുപോലെ നായപിടുത്തക്കാരെയും ഉൾപ്പെടെയുള്ള ആളുകളെ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലേക്കായി നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ നായയെ പിടിക്കുമ്പോൾ മൃഗസ്നേഹികൾ പറയുന്നത് നിങ്ങൾക്ക് ആരാ അധികാരം തന്നത് നായയെ പിടിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനുഷ്യജീവന് ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജനങ്ങൾ ആകെ പേടിച്ചിട്ടാണ് ഉള്ളത്. പക്ഷെ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് നമുക്കൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ തദ്ദേശഭരണ സ്ഥാപനത്തിന് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെമ്പിലോട്, മുഴപ്പിലങ്ങാട് പഞ്ചായത്തുകളിൽ പട്ടികൾ ആളുകളെ കടിച്ചു കീറിയപ്പോൾ CPMന്റെ പ്രതിഷേധം എവിടെയായിരുന്നുവെന്നും പി ഇന്ദിര ചോദിച്ചു. മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.